അതുല്യ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്ന് സഹോദരി അഖില. സംഭവത്തിന്റെ തലേ ദിവസവും വീട്ടിൽ വന്നിരുന്നു. വളരെ സന്തോഷത്തോടെയാണ് മടങ്ങിയത്. എന്ത് കാര്യമുണ്ടെങ്കിലും തന്നെ വിളിച്ചാണ് പറഞ്ഞിരുന്നതെന്നും അഖില പറഞ്ഞു. ഇതേസമയം ഷാർജയിൽ മരിച്ച തെക്കുംഭാഗം സ്വദേശി അതുല്യയെ ഭർത്താവ് സതീഷ് ശങ്കർ മർദ്ദിക്കുന്ന കൂടുതൽ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. കോടതിയിൽ അതുല്യയുടെ കുടുംബം ഹാജരാക്കിയ ദൃശ്യങ്ങൾ പഴയതാണെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. ഞാൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല. കാരണം തലേ ദിവസം വരെ വീട്ടിൽ വന്ന് അത്രയും സന്തോഷിച്ച് ഹാപ്പി ആയിട്ട് പോയ ഒരാൾ പിറ്റേ ദിവസം വീട്ടിലെന്ന് എല്ലാ കാര്യങ്ങളും എന്തുണ്ടെങ്കിലും വിളിച്ച് എൻ്റെ അടുത്ത് ആദ്യം പറയുന്നത്. അങ്ങനെ ഒരാൾ കോൾ ചെയ്തത് പോലും ഇല്ല, ആർക്കും ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ നമുക്കറിയത്തില്ല. അതുല്യ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്ന് സഹോദരി അഖില പറഞ്ഞു. തലേ ദിവസവും വീട്ടിൽ വന്നിരുന്നു. വളരെ സന്തോഷത്തോടെയാണ് പോയത്. ഒരു വിഷമവും അന്ന് ചേച്ചിക്കില്ല. ലാസ്റ്റ് പോകുന്ന സമയത്തും ചിരിച്ച് കളിച്ച് ജോലിക്ക് പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ്, അവിടുത്തെ ജോലിക്ക് കയറുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷിച്ച് പോയ ഒരാൾ, ഡ്രസ്സ് വാങ്ങിച്ച് ബാഗൊക്കെ വാങ്ങിച്ച് പോയ ഒരാൾ, അതൊരു പ്രതീക്ഷയാണ്. പിറ്റേന്ന് ഇനി എന്ത് ഫാമിലി ഇഷ്യൂസ് ഉണ്ടായാലും പുതിയൊരു ജോലിക്ക് കയറുന്ന ആ ആൾ ഈ 11 വർഷം സഹിച്ചിട്ട് അന്നത്തെ രാത്രി അത് ചെയ്യൂ. ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കത്തില്ല. ഞാൻ വിശ്വസിക്കില്ല. എന്ത് കാര്യമുണ്ടെങ്കിലും തന്നെ വിളിച്ചാണ് പറഞ്ഞിരുന്നത്. ആ തന്നെ ചേച്ചി വിളിച്ചില്ല. ഇവർ തമ്മിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല. മുമ്പ് ഇവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായപ്പോൾ ചേച്ചി അയാൾ അടിച്ചതിൻ്റെ പാട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചി ഇത്രയും സഹിച്ചിട്ടുണ്ടെന്ന് അറിയില്ലായിരുന്നു. പിന്നെ അതിനു മുന്നേ കുറച്ച് ദിവസം മുന്നേ ഇവർ തമ്മിലുണ്ടായ ഇഷ്യൂവിനെ ചൊല്ലി ചേച്ചിയെ അടിച്ചതിൻ്റെ പാടുകൾ എന്നെ കാണിച്ചിരുന്നു. 2 കൈയുടെ ഈ സൈഡിലായിട്ട് നല്ല പാടുകളുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ അടിച്ചിരുന്ന കാര്യങ്ങളും അതൊക്കെ പറഞ്ഞു. അല്ലാതെ വേറെ അന്നേരം വന്ന ദിവസം വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ച് കളിച്ച് ഫുഡൊക്കെ കഴിച്ച് പിന്നെ എൻ്റെ പഴയ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത്ര ഹാപ്പി ആയിരുന്നു. ഇതുവരെ ഞങ്ങളുടെ വീട്ടുകാരും ഇത്രയൊക്കെ ചേച്ചി സഹിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല. ഇത്രയും നമ്മൾ കണ്ടിട്ടില്ല. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പറയുന്നതല്ലാതെ ഈ വീഡിയോസൊക്കെ നമ്മൾ ഇപ്പോഴാണ് കാണുന്നത്. അത് കാണുമ്പോൾ അതിനകത്ത് അയാൾ എത്രത്തോളം എൻ്റെ ചേച്ചി ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് ആ വീഡിയോസിൽ നിന്ന് മനസ്സിലാവും. അച്ഛൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴേ കുപ്പിയെടുത്ത് വെച്ച് കഴിക്കുമെന്ന് കുഞ്ഞു തന്നെ പറയുന്നുണ്ട്. ടച്ചിങ്സ് ഒക്കെ പുള്ളി ഓർഡർ ചെയ്ത് കഴിക്കും. ചേച്ചിയോടും കുഞ്ഞിനോടും എന്ത് ആഹാരം വേണമെന്ന് പോലും ചോദിക്കില്ല. അച്ഛന് തന്നോട് സ്നേഹമുണ്ടായിരുന്നില്ലെന്ന് മകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. മകളോടില്ലാത്ത എന്തു സ്നേഹമാണ് ഭാര്യയോട് കാണിക്കുന്നതെന്നും സഹോദരി അഖില ചോദിച്ചു. അതിനകത്ത് തന്നെ അയാൾ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ, 1 മാസം സാലറി മതി കൊട്ടേഷൻ കൊടുത്ത് കൊല്ലാൻ. ഇവിടുന്ന് ഷാർജയിലോട്ട് പോകത്തില്ല. എന്ന് വെച്ചാൽ ഷാർജയിൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പം ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ചേച്ചി എൻ്റെ അടുത്തോട്ടാണ് വരുന്നത്. അപ്പം അങ്ങോട്ട് പോലും പോകത്തില്ല എന്ന് പറയുന്നുണ്ടല്ലോ. നിന്നെ കൊല വിളിക്കും എന്നൊക്കെ ഒരു വ്യക്തി പറയുമ്പം ഇത്രയും തെളിവുകൾ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ എങ്ങനെ വിശ്വസിക്കും എൻ്റെ ചേച്ചി ഇത് ചെയ്തത്? ഇതേസമയം ഷാർജയിൽ മരിച്ച അതുല്യയെ ഭർത്താവ് സതീഷ് ശങ്കർ മർദ്ദിക്കുന്നതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. മരണത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. അതുല്യയെ കൊലപ്പെടുത്തുമെന്ന് സതീഷ് പറയുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ദൃശ്യം അതുല്യയുടെ കുടുംബം കോടതിയിൽ ഹാജരാക്കി. നീ ഇവിടുന്ന് പോയാലും ഞാൻ കുത്തി കൊന്നിട്ടേ ഞാൻ അടങ്ങത്തുള്ളൂ. സതീഷ പറഞ്ഞു, നീ എവിടെ പോവും? നീ എവിടെ നിന്നെ കൊന്ന് കൊല വിളിച്ചിട്ട് ഞാൻ ജയിലിൽ കിടക്കും. അല്ലെ എനിക്ക് ജയിലിൽ കിടക്കാൻ ഞാൻ സ്വയം സൂക്ഷിച്ചാൽ എനിക്ക് മതി. ഞാൻ ജീവിതമൊക്കെ അന്തസ്സായിട്ട് ആഘോഷിച്ചതാണ്. പീഡനവും അസഭ്യവും പറയുന്നത് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതിനിടെയും അതുല്യയ്ക്ക് മർദ്ദനമേറ്റു. മേശയ്ക്ക് ചുറ്റും അതുല്യയെ ഓടിക്കുന്നതും അടിക്കുന്നതും മർദ്ദനമേറ്റ് അതുല്യ കരയുന്നതും ദൃശ്യങ്ങളിലുണ്ട്. നിന്നെ തീർക്കാൻ വേണ്ടി എനിക്ക് 1 മാസം പൈസ വേണമെങ്കിൽ കൊട്ടേഷൻ കൊടുക്കാൻ വേണ്ടി ഞാൻ തീർക്കാൻ വേണ്ടി എനിക്കാരെ കാണിക്കാനുള്ള എന്റെ ദേഹത്ത് നിങ്ങൾ തൊട്ട് കഴിഞ്ഞ ഞാൻ ഇവിടെ 10 വർഷം പീഡനം സഹിച്ചെന്ന് അതുല്യ വീഡിയോയിൽ പറയുന്നതും കേൾക്കാം. UAEയിൽ നിന്ന് നാട്ടിലെത്തിയപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് സതീഷ് ശങ്കറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. എന്നാൽ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. സതീഷിന്റെ ഗാർഹിക മാനസിക പീഡനമാണ് മകളുടെ മരണത്തിന് കാരണമെന്നാണ് അതുല്യയുടെ കുടുംബത്തിന്റെ പരാതി. ഇതേസമയം ഹാജരാക്കിയ ദൃശ്യങ്ങൾ പഴയതാണെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. ദൃശ്യങ്ങളുടെ ഫോറൻസിക് പരിശോധന നടത്താൻ കോടതി നിർദ്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, ചവറ.